അപ്പോൾ ഇന്നലെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ കേസിൽ അതിന്റെ വകുപ്പിൽ ആൾട്രേഷൻ വരുത്തിയിരുന്നു. അത് അസ്വാഭാവികമാണെന്നതിൽ നിന്ന് ആത്മഹത്യ പ്രേരണ എന്നതിലേക്ക് കേസ് മാറ്റിയിരുന്നു. ആ കേസിൽ കോൺഗ്രസിൽ ഉണ്ടാകുന്നത് വമ്പൻ തിരിച്ചടിയാണ്. അതിന് കാരണം സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ അത് പ്രതി ചേർത്തിരിക്കുന്നത്. കേസുമായി തനിക്ക് ബന്ധമില്ല എന്നൊക്കെയാണ് ND അപ്പച്ചന്റെ ആദ്യ പ്രതികരണം. ആർ ശ്രീത്ത് കൂടി ചേർന്നു. ശ്രീത്ത്, ഇവിടെ ജാമ്യമില്ലാ വകുപ്പാണെങ്കിൽ FIR ഇട്ടാൽ ഉടൻ അറസ്റ്റ് എന്നുള്ളത് നമ്മൾ PV അൻവറിന്റെ കാര്യത്തിലും ബോബി ചമ്മണിന്റെ കാര്യത്തിലും കാണുന്നുണ്ട്. അതുപോലെ തിടുക്കത്തിൽ ഒരു അറസ്റ്റ് നടപടി പോലീസ് ആലോചിക്കുന്നുണ്ടോ ശ്രീത്ത്? ശ്രീത്തിലേക്കെത്താം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അത് കൊലപാതകം തന്നെ എന്ന് പറയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അത് രാഷ്ട്രീയമായി തന്നെ CPM നേരത്തെ തന്നെ ഏറ്റെടുത്തതാണ്. അത് വയനാട് പ്രാദേശികമായ അവിടുത്തെ CPM അല്ലെങ്കിൽ അവിടുത്തെ DYFI ആണ് പ്രതിഷേധമായി രംഗത്തെത്തിയതെങ്കിൽ ഇന്നലെ അവർ CPM നൈറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അത് പാർട്ടി സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെയും ഇന്നത്തെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. ഇന്നലെ മാധ്യമ വിമർശനമാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി നേരിട്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീത്ത്. ഞാൻ ചോദിച്ചത് ഉടനടി അറസ്റ്റ് എന്ന രണ്ട് സംഭവങ്ങൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കണ്ടു, PV അൻവറും ബോബി ചമ്മണ്ണൂരും. അതുപോലെ ഒരു തിടുക്കത്തിൽ അറസ്റ്റ് നടപടി ആലോചിക്കുന്നുണ്ടോ പോലീസ് ശ്രീത്ത്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ വനംവകുപ്പ് അടിച്ചു തകർത്ത കേസുമായി ബന്ധപ്പെട്ട അൻവറിന്റെ അറസ്റ്റും ഒപ്പം തന്നെ ഈ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന്റെയും സ്വഭാവം കണക്കിലെടുത്താൽ അതേ മാതൃക പിന്തുടർന്ന് IC ബാലകൃഷ്ണനെയും തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ അംഗം എന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റിനൊരു തടസ്സമല്ല. സഭാ സമ്മേളനം നടക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്പീക്കറുടെ അനുമതി വാങ്ങേണ്ട അത്തരം പരീക്ഷകളുള്ളത്. മറ്റ് നടപടിയിലേക്ക് നീങ്ങുന്നതിന് പോലീസിന് തടസ്സമില്ല. എന്നാൽ ഈ അറസ്റ്റിന് ശേഷം അത് ഉറപ്പായും അതിലൊരു പൊളിറ്റിക്കൽ ടേൺ ഉറപ്പായും ഉണ്ട്. അതിന് രാഷ്ട്രീയമായി തന്നെ CPM ഏറ്റെടുക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് CPMന്റെ ആവശ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിൽ ഇന്ന് കൂടുതൽ കുറച്ചുകൂടി കർക്കശമായ പ്രതികരണമായി രംഗത്ത് വരുന്നത് കണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും എന്ന് ഇന്ന് പറയുകയാണ്. മാത്രമല്ല ഇന്നലെ KPCC ഉപസമിതി അവിടെ പോയി കുടുംബത്തിൻ്റെ പരാതികളൊക്കെ കേൾക്കുകയും ഏതാണ്ട് കുടുംബവുമായ ഒരു തീർപ്പിലേക്ക് എത്തിയെങ്കിലും അത് പക്ഷേ നിയമവഴിയിൽ ആ തീർപ്പ് പ്രാവർത്തികമല്ല. അതിന് കാരണം ആത്മഹത്യാക്കുറിപ്പുണ്ട് എന്നുള്ളതാണ്. ആത്മഹത്യാക്കുറിപ്പിലുള്ള പേരുകളിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കൽ അത് സ്വാഭാവികവുമാണ്. അത്തരത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നു. ആർ ശ്രീത്ത് തുടർന്നു. ശ്രീത്ത്, ഇതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയായിരുന്നു ഇത് കൊലപാതകമാണ് എന്ന് പറയുകയാണ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം CPM സംസ്ഥാന തലത്തിൽ തന്നെ ഉന്നയിക്കുന്നുണ്ടോ? ഹാഷ്മി, IC ബാലകൃഷ്ണൻ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ഇത് നേരത്തെ വയനാട് ജില്ലാ ഘടകം മാത്രമാണ് ഉന്നയിച്ചതെങ്കിൽ അത് സംസ്ഥാന ഘടകം തന്നെ അത് ഒരു സംസ്ഥാന വിഷയമായി ഏറ്റെടുക്കുന്നതിന്റെ തെളിവായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. നേരത്തെ ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ തന്നെ IC ബാലകൃഷ്ണനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ച് CPM നേതൃത്വമാണ് വയനാട് രംഗത്ത് വന്നത്. എന്തായാലും ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ പ്രതി ചേർത്തിരിക്കുന്നു. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും പ്രതി ചേർത്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് തന്നെ ഇക്കാര്യത്തിൽ മുന്നിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുന്നോട്ട് വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ വൈകാതെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെയും PV അൻവറിന്റെയും മാതൃക പിന്തുടർന്ന് FIR ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ IC ബാലകൃഷ്ണനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സഭാ സമ്മേളനം നടക്കുന്ന ഘട്ടമല്ലാത്തതുകൊണ്ട് MLA അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് സാങ്കേതികമോ നിയമപരമായ തടസ്സങ്ങളില്ല. അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ അത് സ്പീക്കറെ പിന്നീട് അറിയിച്ചാൽ മതി. എന്തായാലും IC ബാലകൃഷ്ണന്റെ അറസ്റ്റിനടക്കമുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും മരണം അത്രമേൽ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കുന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. സുർജിത്ത് അയ്യപ്പത്തോട് ചേർന്നു. സുർജിത്ത്, CPM അത് നേരത്തെ തന്നെ രാഷ്ട്രീയമായി ഏറ്റെടുത്തതാണ്. ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വന്നപ്പോൾ ഇടപെടൽ കൂടുതൽ ശക്തമാക്കുകയും ഇന്നലെ നൈറ്റ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ CPM സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഒന്നുകൂടി എവിഡന്റായി പ്രതിപട്ടികയിലേക്ക് MLA വരുമ്പോൾ ഏതൊക്കെയാണ് CPM-ന്റെ അവിടുത്തെ പ്രതിഷേധ പരിപാടികൾ? സുർജിത്ത്.
ഉറപ്പായും CPIM ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ തുടക്കത്തിൽ എടുത്തിരുന്നു. അതായത് ഈ ആത്മഹത്യാ കുറിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് CPIM രംഗത്ത് വന്നത്. അതായത് ഇതിനകത്ത് ഉത്തരവാദിത്വം MLAക്ക് അടക്കമുണ്ട് എന്നുള്ള ആക്ഷേപമാണ് CPIM ഉന്നയിച്ചത്. ആ ആത്മഹത്യാ കുറിപ്പിൽ പേരുകൂടി വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തിയത്. ഇന്നലെ ആയിരുന്നു നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടിയുള്ള നൈറ്റ് മാർച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി സംഘടിപ്പിച്ചത്. അതിൽ IC ബാലകൃഷ്ണൻ ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഇനി ഊന്നാൻ പോകുന്നത്. കാരണം പ്രതിപട്ടികയിൽ പേര് വന്നു, സ്വാഭാവികമായും അതിനകത്ത് രാജി എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുക. ഒരുപക്ഷെ PP ദിവ്യയുടെ കാര്യത്തിൽ സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത്. അവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് ഇവിടെയും ആവർത്തിക്കണം എന്നുള്ള നിലപാടിലേക്ക് CPIM എത്തും. CPIM ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് വന്ന സാഹചര്യത്തിൽ ഈ ഒരു ആവശ്യം CPIM ഉന്നയിച്ചതാണ്. അത് കുറെ കൂടി തീവ്രമാക്കാനുള്ള നടപടിയിലേക്ക് പോകും. DYFI നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് IC ബാലകൃഷ്ണന്റെ പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തും, അത് തടയും. പൊതുപരിപാടികൾ പങ്കെടുക്കുന്നതിനെതിരെ പ്രതിഷേധം പരസ്യമായി ഉയർത്തും എന്നുള്ളത് DYFI നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അത്തരം നിലപാടിലേക്ക് നടപടിയിലേക്ക് ഇത് രാഷ്ട്രീയമാക്കി വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ CPIM ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ CPIM നടത്തിയിട്ടുണ്ട്. ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ നിലവിൽ 4 പേരുടെ പേരുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പേര് IC ബാലകൃഷ്ണന്റേതാണ്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പേരുണ്ട്. ഒപ്പം തന്നെ KK ഗോപിനാഥന്റെ പേരുണ്ട്. KK ഗോപിനാഥൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടുത്തെ ഗ്രാമവികസന ബാങ്കുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസിന്റെ ബത്തേരിയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കേസൊന്നും എടുക്കൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പ്രതിപട്ടികയിലേക്ക് ബാങ്ക് മുൻ പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് പുറത്താക്കിയ KK ഗോപിനാഥൻ കൂടി അദ്ദേഹം തിരിച്ചെടുത്തു എന്ന് ഒക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. KK ഗോപിനാഥൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്.